നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോകുന്നതിന് മുൻപ് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നിരിക്കണം. അതെനിക്ക് ബോധ്യപ്പെട്ട ഞാൻ കൂടെ വരാം. മതി. നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പേ തന്റെ അക്കൗണ്ടിൽ പണം വന്നിരിക്കും. എത്ര സന്തോഷത്തോടെയാ ആ അച്ഛനും അമ്മയും അവളെ കൊണ്ടു നടക്കുന്നത്. അതില് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പ്രസവിച്ച അമ്മ മുമ്പിൽ വന്നു നിന്ന എന്തെന്ന് ചോദിച്ചപ്പോ അതിനുള്ള അവളുടെ മറുപടി ഉണ്ടല്ലോ, അതെന്റെ ഹൃദയത്തിലാ കൊണ്ടത്. ആ അമ്മ മുമ്പിൽ വന്നു നിന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ, അതൊന്നും നല്ല ചോദ്യങ്ങളായിരിക്കില്ല. അവളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ അതിൽ കാണും. നോക്ക്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ശ്യാമേ. രാധിക നല്ല കുട്ടിയാ. ആരുമില്ലാത്ത അവൾക്ക് ഒരു ജീവിതം കൊടുത്തവർക്ക് വേണ്ടി അവള് തന്നെ സമർപ്പിച്ചിരിക്കുക. ശ്യാമയുടെ മോളല്ലേ, ആ ഗുണം കാണാതിരിക്കോ? അത് മാത്രമല്ല ശ്യാമ മകളെ തിരിച്ചറിയുകയും ഏതെങ്കിലും വിധത്തിൽ സ്ഥിരമായി അവളെ കാണാൻ പോവുകയും ചെയ്താ ഐശ്വര്യക്കത് മനസ്സിലാവും. ശ്യാമയുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ഐശ്വര്യ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ശ്യാമയ്ക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ രാധിക മോൾക്കുള്ള സന്തോഷം അതോടെ അവസാനിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മോൾ അല്പം ദൂരത്ത് തന്നെ നിൽക്കട്ടെ എന്നാ. ചേച്ചി പറഞ്ഞ സത്യം. എന്നെ കൊണ്ട് എന്റെ മോൾക്ക് സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അത് പാടില്ല. ഭാഗ്യം കെട്ട അമ്മയായിട്ട് ഞാൻ ദൂരെ നിന്ന് തന്നെ കണ്ടോളാം. പിന്നെ ചേച്ചി, ആ കുടുംബത്തിന്റെ അവസ്ഥ കേട്ടില്ലേ? അവർക്ക് പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഏതെങ്കിലും വിധത്തില് മോൾക്ക് അല്പം പണം എത്തിക്കണം. അങ്ങനെ കൊടുത്താല് ആ കുട്ടി വാങ്ങുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, അതിനൊരു മാർഗം കണ്ടുപിടിക്കണം. എനിക്കുള്ളതെല്ലാം അവൾക്കുള്ളതാ. അവൾ അതിസമ്പന്നയാ, ഒന്നിനും കുറവില്ലാത്തവളാ. എന്നിട്ടും അതൊന്നും തിരിച്ചറിയാതെ പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടി അവളും അവളെ വളർത്തുന്നവര് നടക്കാൻ പാടില്ല. അതിനുള്ള മാർഗം നമുക്ക് നോക്കാം. ചേച്ചി, നാളെ ഒരു പായസം വയ്ക്കണം, ഒരു സന്തോഷത്തിന്. ആവാലോ. പിന്നെ ഓർഫനേജിലൊന്ന് പോണം. കുട്ടികൾക്ക് കുറെ സമ്മാനം വാങ്ങിക്കൊടുക്കണം. മദറിന്റെയും ആ കുട്ടികളുടെയും പ്രാർത്ഥന കൊണ്ട് കൂടിയാ അവളെ എന്റെ മുന്നിൽ എത്തിച്ചത്. എന്ത് വേണേലും ചെയ്യാം. ശ്യാമ സന്തോഷായിട്ടിരുന്നാ മതി. ഇനി പതുക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കണം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിട്ടവട്ടങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം. ഇനിയുള്ള കാത്തിരിപ്പ് ഒരർത്ഥത്തോടു കൂടിയാ. എന്നെ ചതിക്കാനാ ഉദ്ദേശമല്ലേ? അമേരിക്കയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ടിക്കറ്റ് എടുത്ത്? അതിന് നമ്മൾ ഒന്നിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു. മേടിക്കാൻ അപ്പൊ ഭംഗിയായിട്ട് വീട്ടുകാരെ പറ്റിക്കാം. ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. ഈ ടിക്കറ്റുകൾ ഇപ്പൊ തന്നെ ഞാൻ വീട്ടുകാരെ വിളിച്ച് കാണിക്കും. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ വലിച്ചു കീറുകയും ചെയ്യും. തനിക്ക് കൂടി ഞാൻ ടിക്കറ്റ് എടുത്ത് കൂടെ കൊണ്ടുപോകുന്നോടെ താൻ പറയുന്നൊന്നും ഞാൻ അനുസരിക്കില്ല എന്നല്ല. ശ്രീകൃഷ്ണപുരം എന്റെ നാടാ. ഇവിടെ എന്നെ ഒരാൾക്കും പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളത് എന്റെ ധൈര്യമാ. പക്ഷെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ദേശത്തോട്ട് പോയാ എന്നെ ചതിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാ. അതൊന്നുമില്ല. തൽക്കാലം ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകാനായിട്ട് ഏറ്റവും പറ്റിയ മാർഗം നമ്മൾ ഒന്നിച്ചുള്ള ഈ യാത്രയാ. അത് കഴിഞ്ഞ് നമുക്ക് അത് കഴിയില്ല.
എനിക്ക് എന്റെ ഭാവി നോക്കിയേ പറ്റൂ. എടോ ദേ നോക്ക്, അവിടെ ചെന്നിട്ട് താൻ പറഞ്ഞ പണം ഞാൻ തരാം. തിരിച്ചു പോരാനുള്ള ടിക്കറ്റ് എടുത്തു തരാം. ദേ ഇവിടെ വന്ന് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തനിക്ക് സഞ്ചരിക്കാം. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും താൻ എസ്റ്റാബ്ലിഷ് ആവുമ്പോഴേക്കും ഇവിടെ എല്ലാവരും കാര്യങ്ങൾ അറിയും. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഒരുപാട് ദൂരെ ആയിരിക്കില്ലേ? ഐഡിയ നല്ലതാ, പക്ഷേ ചതിക്കപ്പെടില്ല എന്ന് എന്താ ഉറപ്പ്? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ കൂടെ വരണമെങ്കിൽ പോകുന്നതിന് മുൻപ് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നിരിക്കണം. അതെനിക്ക് ബോധ്യപ്പെട്ടാ ഞാൻ കൂടെ വരാം. മതി. ദേ നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പേ തന്റെ അക്കൗണ്ടിൽ പണം വന്നിരിക്കും. എന്നിട്ടേ താൻ ഫ്ലൈറ്റിൽ കയറുന്നുള്ളൂ. ഓക്കെ, അപ്പൊ മറ്റാരും അറിയാതെ സൗകര്യപൂർവ്വം നമുക്ക് പിരിയാം. ദേ എനിക്കിനി ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ല. നമുക്കിടയിൽ ഇനി മറ്റൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. ഓക്കെ, എനിക്ക് സമ്മതം. പക്ഷെ ഇനി ഒരു അവധി പറയോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ ചെയ്ത ആ നിമിഷം ഞാൻ ഇതെല്ലാം കൂടി അവസാനിപ്പിക്കും. മറക്കണ്ട. എങ്ങനെയുണ്ട് കുട്ടി കച്ചവടമൊക്കെ? നന്നായി നടക്കുന്നുണ്ട്. ആ, എനിക്കുള്ളത് എടുത്തോളൂ. എന്തൊക്കെയാ വേണ്ടേ? എന്തൊക്കെയാണോ കുട്ടിക്ക് തോന്നുന്നത് അതൊക്കെ എടുത്തോളൂ. ശരി, ഹാരം എടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.